കഥ മലമുകളിൽ രണ്ടുപേർ. പണ്ട് അയൽക്കാരിൽ ആരോ ആണ് അവരെ അപ്പൂപ്പനെന്നും അമ്മുമ്മയെന്നും വിളിച്ചത്. അങ്ങനെ ഇരുവരും മൂപ്പെത്തും മുൻപേ അപ്പൂപ്പനും അമ്മുമ്മയുമായി. വർഷങ്ങളുടെ ഇടവേളകളിലായി അയൽക്കാരായിട്ടുള്ളവർ മലയിറങ്ങി. അപ്പൂപ്പനും അമ്മുമ്മയും മാത്രമായി അവിടെ. അവർക്ക് ബന്ധുക്കളോ പോകാനൊരിടമോ ഇല്ലായിരുന്നു. ഇടയ്ക്ക് കാടിറങ്ങി വരുന്ന ആനയോ പുലിയോ അവരെ ഉപദ്രവിച്ചില്ല. റേഷൻ കട അടിവാരത്തായിരുന്നു. റേഷൻ കാർഡിൽ അവരുടെ പേര് കേശവൻ എന്നും അമ്മിണിയമ്മ എന്നുമായിരുന്നു. പ്രായമായ ശേഷം അവിടെ വരെ നടന്നെത്താൻ പ്രയാസമായി. ഇടയ്ക്ക് വാങ്ങുന്ന അരി കൊണ്ട് ഒരു നേരം മാത്രം കഞ്ഞി വയ്ക്കും. കാട്ടിൽ നിന്നുള്ള പുളിയോ മറ്റോ തൊട്ടുകൂട്ടാനുണ്ടാവും. കള്ളത്തടി വെട്ടുകാരോ ഫോറസ്റ്റുകാരോ കൊടുത്ത ചായപ്പൊടി ഉണ്ടെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കും. രണ്ടുപേരും നേരത്തെ എണീക്കും. പകൽ തീരുവാൻ കാത്തിരിക്കും. നേരത്തെ ഉറങ്ങും. സംസാരിക്കുവാൻ വിശേഷങ്ങളില്ലായിരുന്നു. ഓർമ്മകളിലുള്ളതെല്ലാം സംസാരിച്ചു തീർന്നിരുന്നു. വീട് വിട്ടുപോയവരിൽ ആരെങ്കിലും ഇടയ്ക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. ആരും വന്നില്ല. അങ്ങനെ ആരെയും പ്രതീക്ഷിക്കാതെയായി. ഒരു ദിവസം രാവിലെ രണ്ടുപേരും പതിവ് പോലെ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. ഇലവിന് മുകളിലിരുന്ന് ചൂളപ്പക്ഷി പാടുന്നുണ്ടായിരുന്നു. പാട്ടിനൊപ്പം ഓരോ കമ്പിലും ഇരുന്നിരുന്ന് അത് താഴത്തെ കൊമ്പ് വരെ ഇറങ്ങി. മുറ്റത്ത് ഒരു പച്ച പ്രാവ് നടക്കുന്നുണ്ടായിരുന്നു. ഇത്ര നാളുകൊണ്ട് പ്രാവിന് അപ്പൂപ്പനെയും അമ്മുമ്മയെയും പരിചയമായിരുന്നു. പെട്ടെന്ന് പേടിച്ചിട്ടെന്ന പോലെ അത് പറന്ന് മറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേർ കിതപ്പോടെ മരങ്ങൾക്കിടയിൽ നിന്നും വന്നു. അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും കണ്ണുപിടിക്കുന്നുണ്ടായിരുന്നില്ല. വന്നവരിലൊരാൾ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞു. അമ്മുമ്മ എഴുന്നേൽക്കും മുൻപ് അപ്പൂപ്പൻ എഴുന്നേറ്റു. വന്നവർ മല നടന്ന് കയറിയ ക്ഷീണത്തിൽ ഇരുന്നു. ഹോ, കുറേ കഷ്ടപ്പെട്ടു, വന്നവരിലൊരാൾ പറഞ്ഞു. അപ്പൂപ്പൻ വെള്ളം കൊടുത്തു. അവർ ആർത്തിയോടെ വെള്ളം കുടിച്ചു. ചാക്കോച്ചേട്ടനല്ലേ? വെള്ളം കുടിച്ച ആശ്വാസത്തിൽ ഒരാൾ അപ്പൂപ്പനോട് ചോദിച്ചു. അപ്പൂപ്പൻ എന്നുള്ള വിളിയല്ലാതെ വേറൊന്നും വർഷങ്ങളായി കേൾക്കാറില്ലാത്തതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ മത്തായിച്ചൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൂപ്പന് മത്തായിച്ചൻ എന്ന പേര് ഓർമ്മ വന്നില്ല. അപ്പൂപ്പൻ അമ്മുമ്മയെ നോക്കി. അമ്മുമ്മയ്ക്കും ഓർമ്മ വന്നില്ല. ചാക്കോച്ചേട്ടൻ തന്നെയല്ലേ? വന്നവരിലൊരാൾ സംശയത്തോടെ ചോദിച്ചു. അപ്പൂപ്പൻ തലയാട്ടി. വല്ലാത്തൊരാശ്വാസത്തിൽ വന്നവരുടെ മുഖം തെളിഞ്ഞു. പേരില്ലാതെ ജീവിക്കുമ്പോൾ എല്ലാ പേരും ഒരുപോലെയാണെന്ന് അമ്മുമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും തിരുത്തിയില്ല. മത്തായിച്ചൻ മരിച്ചു, വന്നവരിലൊരാൾ പറഞ്ഞു. കുറച്ചു നാളായി കിടപ്പിലായിരുന്നു. ജനനമോ മരണമോ വിവാഹ വാർത്തയോ ഒന്നും ഇരുവരെയും തേടിയെത്തിയിരുന്നില്ല. അറിയാത്ത ആ മനുഷ്യൻ്റെ മരണം കേട്ടപ്പോൾ രണ്ടുപേർക്കും പെട്ടെന്ന് സങ്കടം വന്നു. മരണം ജീവിതത്തിലേക്ക് ഇരുവരെയും കൈപിടിച്ച് കയറ്റും പോലൊരു നിമിഷമായി അത്. ഞാൻ ജോണി, ഇതെൻ്റെ അളിയൻ വർക്കി. മത്തായിച്ചൻ എൻ്റെ അപ്പാപ്പനായിരുന്നു, വന്നവരിലെ ചെറുപ്പക്കാരൻ പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വരണം. അപ്പാപ്പൻ എപ്പോഴും ചേട്ടനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇന്നലെ പുള്ളിക്കാരൻ അങ്ങ് പോയി. അപ്പൂപ്പൻ തലയാട്ടി. എല്ലാവരും ചേട്ടനെയും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടേൽ കണ്ടുപിടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞ സണ്ണിക്കുട്ടി ഞങ്ങളെ വിട്ടിരിക്കുന്നത്. വരത്തില്ലെന്ന് മാത്രം പറയരുത്, വർക്കി അപേക്ഷിച്ചു. അപ്പൂപ്പനൊന്നും മിണ്ടിയില്ല. ഇരുട്ടുന്നതിന് മുമ്പ് കൊണ്ടാക്കാം. ചേട്ടനെ തപ്പിക്കൊണ്ട് ഇന്നലെ മുതലുള്ള ഓട്ടമാണ്. അപ്പാപ്പ മരിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു. ഇനിയും വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. ജോണി ആ വാചകം പൂർത്തിയാക്കിയില്ല. പുറത്തേക്ക് പോകാനായി നല്ല വേഷമൊന്നും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഇല്ലായിരുന്നു. മുണ്ടുപെട്ടിയിലുണ്ടായിരുന്ന പിഞ്ഞിയ നിറം മങ്ങിയ സാരി അമ്മുമ്മ ഉടുത്തു. അപ്പൂപ്പൻ്റെ വെള്ളമുണ്ടിലും ഷർട്ടിലും മൺതരികൾ വിതറിയ പോലെ കരിമ്പനുണ്ടായിരുന്നു. വീട് ചാരി ഇറങ്ങിയപ്പോൾ വാതിൽ പൂട്ടാത്തതിൽ വന്നവർ അത്ഭുതപ്പെട്ടു. ഇവിടെ ആരു വരാൻ എന്ന തോന്നൽ കൊണ്ടാവാം അവർ ഒന്നും ചോദിച്ചില്ല. അപ്പൂപ്പനും അമ്മുമ്മയും കാറിനു പിന്നിലിരുന്നു. ചാക്കോച്ചേട്ടൻ്റെ താമസ സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശരിക്കും പ്രയാസപ്പെട്ടു. സണ്ണിച്ചേട്ടൻ ഊഹത്തിന് പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി തപ്പിയിട്ടൊന്നും ചേട്ടനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അടിവാരത്തുള്ള ഒരു ഡ്രൈവറാണ് രണ്ടാം മലയിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വന്നത്.
കർത്താവിൻ്റെ കൃപ കൊണ്ട് ചേട്ടനെ കാണാൻ പറ്റി. എന്നാണ് ഇവിടേക്ക് കുടിയേറിയത്? അടുത്തെങ്ങും ആരുമില്ല അല്ലേ? അപ്പാപ്പൻ്റെ കൂടെ കൂപ്പ് കച്ചവടത്തിലും ചാരായം റേഞ്ച് പിടിക്കാനും ഉണ്ടായിരുന്നോ? ഇത്ര കാലമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ പോകും വഴിക്ക് ജോണി പറയുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്നും കേട്ടില്ല. അവർ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് മാത്രമാണ് അവർ ഓർത്തത്. അത്ര നേരവും ഓടിയ വഴിയിൽ നിന്നും നിരപ്പായ റോഡിലേക്ക് കയറിയപ്പോൾ കാറിന് വേഗത കൂടി. കാറ്റ് മുഖത്ത് ആഞ്ഞടിച്ചപ്പോൾ രണ്ടുപേരും സീറ്റിൻ്റെ നടുവിലേക്ക് ഒതുങ്ങിയിരുന്നു. മുന്നിലെ വണ്ടികളെയും എതിരെ വരുന്ന വണ്ടികളെയും വെട്ടിച്ച് കയറുമ്പോൾ പേടിയോടെ രണ്ട് കൈകൊണ്ടും അവർ സീറ്റിൽ പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മെല്ലെ മയങ്ങി. അപ്പൂപ്പൻ അമ്മൂമ്മയുടെ തോളിലേക്ക് ചാരിക്കിടന്നു. മത്തായിച്ചൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിന്നു. ജോണി രണ്ടുപേരെയും തൊട്ടു വിളിച്ചു. അവർ ഉണർന്നു. മരണ വീട്ടിൽ നിന്നവരെല്ലാം അപ്പൂപ്പനെയും അമ്മൂമ്മയെയും നോക്കി. അത്രയും മനുഷ്യരെ ഒന്നിച്ച് കണ്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. ആ അത്ഭുതം അവരിലുണ്ടായിരുന്നു. മരണ വീട്ടിലെ അച്ചടക്കത്തിനുള്ളിലൂടെ അപ്പൂപ്പനും അമ്മൂമ്മയും നടന്നു. മത്തായിച്ചൻ്റെ മൃതദേഹത്തിൻ്റെ തലയ്ക്കലെ വലിയ കുരിശാണ് അപ്പൂപ്പൻ ആദ്യം ശ്രദ്ധിച്ചത്. പിന്നീട് തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീകളെയും ഇടവകക്കാരെയും. ഒടുവിലാണ് മത്തായിച്ചനെ നോക്കിയത്. അപ്പൂപ്പൻ കുറച്ചു നേരം ആ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി. മുറ്റത്തിട്ടിരുന്ന പന്തലിൻ്റെ തണലിലേക്ക് അവർ വന്നു. രണ്ടുപേർക്കും ഇരിക്കാനായി കസേര കൊണ്ടുവന്നു. അവർ ഇരുന്നു. മധ്യവയസ്സായ ഒരാൾ ബഹുമാനത്തോടെ അടുത്തു വന്നു. സംസാരിച്ചു തുടങ്ങുവാനുള്ള ബുദ്ധിമുട്ട് അയാളിലുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു, "ഞാൻ സണ്ണി, മത്തായിയുടെ മൂത്ത മകനാണ്." അപ്പൂപ്പൻ അയാളെ നോക്കി. അയാൾ അപ്പൂപ്പൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. അയാൾ വീണ്ടും കുറച്ചു നേരം കൂടി മിണ്ടാതെ നിന്നു. പിന്നെ ശബ്ദത്തിൻ്റെ അതേ നിലയിൽ പറഞ്ഞു, "അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹം ഇതുമാത്രമായിരുന്നു." അപ്പൂപ്പൻ അയാൾ പറയുന്നത് കേട്ട് തലയാട്ടി. തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് ഒരാൾ വന്ന് അടക്കത്തിന് ഇനി താമസിക്കേണ്ടെന്ന് സണ്ണിയോട് പറഞ്ഞിട്ട് പോയി. "ഇവിടെ വിശ്രമിച്ചോളൂ, അടക്കം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്നങ്ങ് എത്തിക്കാം" എന്ന് സണ്ണി പറഞ്ഞിട്ടും അപ്പൂപ്പനും അമ്മൂമ്മയും കൂട്ടാക്കിയില്ല. പള്ളിയിലേക്ക് വിലാപയാത്ര ഇറങ്ങിയപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ചേർന്നു. പഴയൊരു പള്ളിയുടെ പിന്നിലായിരുന്നു സെമിത്തേരി. മത്തായിച്ചനെ കുടുംബക്കല്ലറയിൽ അടക്കാനായി മൂടിയിടും മുൻപ് ബന്ധുക്കൾ അന്ത്യചുംബനം നൽകി. മത്തായിച്ചനെ കുഴിയിലേക്ക് വെച്ചു. കുടുംബാംഗങ്ങൾ പെട്ടിക്ക് മുകളിലേക്ക് കുന്തിരിക്കമിട്ടു. അടക്കം കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു. അടുത്ത ബന്ധുക്കളും ചില സുഹൃത്തുക്കളും മാത്രമായി വീട്ടിൽ. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ചായയും ഭക്ഷണവും നൽകി. അവർ ഭക്ഷണം കഴിഞ്ഞ് എണീറ്റപ്പോൾ സണ്ണി മടിച്ചു ചോദിച്ചു, "കുറച്ചു നേരമൊന്ന് ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഒരു കാര്യം പറയുവാനുണ്ടായിരുന്നു." അപ്പൂപ്പനെയും അമ്മൂമ്മയെയും വലിയൊരു മുറിയിലേക്ക് സണ്ണി കൂട്ടിക്കൊണ്ടുപോയി. അവർ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയുമായി രണ്ട് സ്ത്രീകൾ പുറത്തേക്ക് പോയി. സണ്ണി കതകടച്ചു. മുറിയിൽ നിന്നിരുന്ന സണ്ണിയുടെ അനിയന്മാരിലൊരാൾ ജനലുകൾ അടച്ചു. അപ്പൂപ്പനും അമ്മൂമ്മയും കസേരയിലിരുന്നു. "ഇതാണ് അമ്മച്ചി." സണ്ണി മത്തായിച്ചൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. അവർ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും മുഖത്ത് നോക്കാതെ കൈകൂപ്പി. ചുവരിൽ ചാരി നിന്നിരുന്ന ചെറുപ്പക്കാരനെ കാട്ടി സണ്ണി പറഞ്ഞു, "ഇത് സാംകുട്ടി, എൻ്റെ നേരെ ഇളയവനാ." അപ്പൂപ്പൻ തലയാട്ടി. കട്ടിലിൽ അമ്മച്ചിക്കൊപ്പം ഇരുന്നിരുന്ന ആളെ ചൂണ്ടിപ്പറഞ്ഞു, "ഇത് ജേക്കബ്, ഇളയവനാ. ഇവർ രണ്ടുപേരും US-ലാ. ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. നാട്ടിലെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ. ഇവിടെ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ." അപ്പോഴും അപ്പൂപ്പൻ തലയാട്ടി. "ചേട്ടൻ വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു." സണ്ണി എങ്ങനെയോ ആ വാചകം പൂർത്തിയാക്കി. മുറിയിൽ കുറച്ചു നേരത്തേക്ക് പൂർണ്ണ നിശബ്ദതയായിരുന്നു. അപ്പന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരയും. അപ്പൻ്റെ സ്വഭാവം അറിയാലോ. അങ്ങനെ ഒരാൾ കരയുന്നത് ചിന്തിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ചാക്കോച്ചനെ ഒന്ന് കാണണം എന്ന് പറയുമായിരുന്നു.
ആരാണ് ഈ ചാക്കോച്ചൻ എന്ന് ചോദിച്ചാൽ പറയത്തില്ല, വീണ്ടും കരയും. അപ്പൂപ്പൻ കുറച്ച് വെള്ളത്തിന് ആംഗ്യം കാട്ടി. സാംകുട്ടി പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു. അപ്പൂപ്പൻ കുടിച്ചു. ആരോഗ്യം വല്ലാതെ വഷളാവാൻ തുടങ്ങിയപ്പോഴാണ് അനിയന്മാരോട് വരാൻ പറഞ്ഞത്. അന്നു മുതൽ ഞങ്ങൾ ചേട്ടൻ എവിടെ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുക. 10-65 കൊല്ലത്തിന് മുൻപുള്ള ഒരാളെ കണ്ടുപിടിക്കാനുള്ള പ്രയാസം അറിയാലോ. അപ്പനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു പറയത്തുമില്ലായിരുന്നു. പെട്ടെന്നാണ് മത്തായിച്ചൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞത്. അമ്മുമ്മ എഴുന്നേറ്റ് ചെന്ന് അടുത്തിരുന്നു. അവരെ ചേർത്ത് പിടിച്ചു. പുള്ളിക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതും പറഞ്ഞ് അമ്മുമ്മയെ കെട്ടിപ്പിടിച്ച് അവർ ഏങ്ങലടിക്കുവാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കും പോലെ അമ്മുമ്മ അവരെ തലോടി. കരച്ചിൽ മെല്ലെ അടങ്ങിയപ്പോൾ സാംകുട്ടി പറഞ്ഞു, ഞങ്ങളോടല്ല അമ്മച്ചിയോടാണ് അപ്പൻ പറഞ്ഞത്. ഞാൻ ചാക്കോയോട് ഒരിക്കലും പൊറുക്കാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആ പാപത്തിൽ നിന്നാണ് ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കിയതെന്ന്. അതെന്താണെന്ന് ചോദിച്ചിട്ടൊന്നും അപ്പൻ പറഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചാക്കോയെ കാണാൻ എനിക്ക് പേടിയാ. മരിച്ചു കിടക്കുമ്പോഴെങ്കിലും കൊണ്ടുവരണം. എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. ഇല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടില്ലെന്നും പറഞ്ഞ അപ്പൻ മരിച്ചത്. അപ്പൂപ്പൻ കയ്യിലെ ഗ്ലാസ് നിലത്ത് വെച്ചു. ഒന്നും പറഞ്ഞില്ല. ചേട്ടാ, സണ്ണി അപ്പൂപ്പൻ്റെ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നിട്ട് ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു, എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൂപ്പൻ കണ്ണടച്ചിരുന്നു. അപ്പൂപ്പന് കരച്ചിൽ വന്നു. കണ്ണ് നിറഞ്ഞു. കുറച്ചു നേരം മുഖം കുനിച്ചിരുന്നു. പിന്നെ സണ്ണിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പറ്റിയാൽ ഇടയ്ക്കൊന്ന് ഞങ്ങളെ കാണാൻ വാ. തിരികെ മടങ്ങുമ്പോൾ ഇരുവശത്തെ കാഴ്ചകളൊന്നും അവർ കണ്ടില്ല. പകൽ മെല്ലെ മറിഞ്ഞ് സന്ധ്യയിലേക്ക് കയറി. വെളിച്ചത്തിൻ്റെ താഴ്ചയേറും മുൻപ് വണ്ടി 2ാം മലയ്ക്ക് ചുവട്ടിലെത്തി. അപ്പൂപ്പനും അമ്മുമ്മയും ഇറങ്ങി. ഞങ്ങൾ കൂടെ വരാം എന്ന് ജോണിയും വർക്കിയും പറഞ്ഞു. വേണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൂപ്പനും അമ്മുമ്മയും കുത്തനെയുള്ള വഴിയിലേക്ക് കയറി. അപ്പൂപ്പൻ അമ്മുമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ മെല്ലെ നടന്നു. ജോണിയും വർക്കിയും തിരികെ പോന്നു.